നല്ല വാഴയിലൊക്കെ വാട്ടിയിട്ടേ നമുക്ക് നമ്മുടെ ഈ മീനിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാം ട്ടോ. അപ്പോൾ ഇത് കരിമീനിൻ്റെയൊക്കെ ഒരു കാറ്റഗറിപ്പെട്ട ഒരു മീനാണേ. അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ തേച്ച് പിടിപ്പിക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതാ മസാല വേണ്ടോളം തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ കണ്ട വീഡിയോയിൽ ഇതൊരു കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഏത് മീനിൽ വേണമെങ്കിലും ഇത് പരീക്ഷിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് സ്വീറ്റ് കോൺ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്കൊപ്പം സ്വീറ്റ് കോൺ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അത് അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി വഴറ്റിയെടുത്ത് ചെറിയുള്ളിയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇത് പാക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നാം പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൊള്ളിക്കുന്ന ടൈമിൽ വീണ്ടും ഇത് കുക്കാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇലയിൽ കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഈ വാട്ടിയെടുത്ത ഇലയിലേക്ക് ആദ്യം നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മുകളിലും അടിയിലുമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അടിയിൽ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് മീൻ വെച്ച് കൊടുക്കാം. മീനൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും മസാല മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇല നന്നായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ അതിപ്പം നല്ല സൂപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കല്ലൂസ് എൻ്റെ ഒഫീഷ്യൽ ടെസ്റ്റർ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിച്ചിട്ട് ഒരു ഭാഗത്തോട്ടങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ ബാക്കിയുള്ള മീനും കൂടി ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കല്ലു ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വന്ന് നോക്കുകയാണ് കേട്ടോ അത് എങ്ങനെയുണ്ടെന്നൊക്കെ. ഇപ്പോൾ കുഞ്ഞു കൈ കൊണ്ട് ഇത് തൊട്ട് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സക്സസ് ആയി എന്നർത്ഥം. കല്ലുവിന് ഇഷ്ടപ്പെടാത്ത സാധനമാണെങ്കിൽ അത് അപ്പോൾ അവിടെ തുപ്പി കളഞ്ഞിട്ട് അവൾ പോയായിരുന്നു. ഇനി ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഒന്നുകൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ എണ്ണയിൽ തന്നെ ഈ വാഴയുടെ ഇലയോട് കൂടിയിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു സൈഡ് വേവിച്ചെടുക്കാം. പിന്നെ അതിനുശേഷം അടുത്ത സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ടൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ചൂടോടുകൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് അഴിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒന്നാണ്. അതിൽ നിന്ന് വരുന്ന ആ സ്മെല്ലും അതിൻ്റെ ഭംഗിയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. ഇനി ഞാനിത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൈഡിൽ കുറച്ച് സ്വീറ്റ് കോണൊക്കെ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഏട്ടാ?